ആ സെൽവത്തിന്റെ തെക്കെ പെരയിലുള്ള ചെടിമലൊക്കെ കായ് വരെ വന്നു തുടങ്ങി. ഇതിമലാണെങ്കിൽ ഒരു കുന്തു ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എന്നുണ്ടായി എന്ന് തിന്നാനാ? ആ അല്ല ഉത്സവോ ജേടേനു ഇത്രയും ദിവസോ? ആ ചെട്ടിന്റെ പൈസ വാങ്ങാൻ വേണ്ടി ഞാൻ എന്തോരം നേരം അവിടെ നിന്ന് തന്നെ വിളിച്ചുന്നറിയോ? 2 ദിവസമായിട്ട് കണ്ടതേ ഇല്ലല്ലോ. ഇജ്ജ് പോയിക്കേനു? അതൊന്നും പറയണ്ട. 2 ദിവസമായിട്ടില്ലേ അംസക്കാർക്ക് ഒരേ നിർബന്ധം ടൂറ് പോണെന്ന്. ഞങ്ങൾ രണ്ടാളും കൂടി മണാലി കുളുക്ക് പോയിക്കേനു. എന്തേ മണലിക്ക് കുളിച്ചാനോ? എനിക്ക് ഇവിടെ എന്തോ കുളിച്ചാൽ സ്ഥലം കിട്ടായിട്ടാണോ മണലിൽ കുളിച്ചാൻ പോയിക്കണത്? ഈ പട്ടിക്കാട്ടിൽ നിൽക്കണ എനക്ക് ഇതൊന്നും പറഞ്ഞ ഒരു കുന്തവും മനസ്സിലാവൂല. ഈ 2 സ്ഥലേ വേറെ രാജ്യത്താണ്. അവിടെ ഈ മണല് പോലെ ഒന്നുമില്ല, അവിടെ നല്ല മഞ്ഞാണ്. അതുപോലെ നമ്മളെ പോലത്തെ ഒന്നല്ല, നല്ല വൈബായ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പട്ടിക്കാട്ടിലെ എന്റെ വാപ്പ ഹുസൈനാജിന്റെ തറവാടാണ്. കോയാക്ക് അടുത്ത ആഴ്ച വരുന്നുണ്ട് പറഞ്ഞിരിക്കണേ. ഞങ്ങൾ രണ്ടാളും കൂടി ജപ്പാനിക്ക് കണ്ടു പോവാണ്. അതെ വേറെ സ്ഥലത്തുള്ള ഒരു നാടാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ബുക്ക് ചെയ്ത പ്ലെയിനിലെ സ്ഥലം എല്ലാത്തോടും തൂങ്ങി പിടിച്ച് പോകണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോകാതെ നിന്നത്. എന്തായാലും കോയാക്ക് വരുമ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ എന്തായാലും പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് അവിടെ അന്റമാനത്തെ വൈബുള്ള ആൾക്കാരല്ല, വേറെ മനുഷ്യന്മാരാണുള്ളത്. ഓളൊരു കുളുവിലും മണാലിയിലും പോയിട്ട് എന്തോ കാട്ടിന്നോളിങ്ങനെ പറഞ്ഞു വലിയ തോറ്റി പറയും. എനിക്ക് പന്നോട് തർക്കിക്കാനുള്ള നേരമൊന്നുമില്ല. ഇനി അടുത്ത വട്ടം നിങ്ങൾ വേറെ എടുക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടേക്ക് ഓളെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാ. എന്നാ പോട്ടെ. ഓ എനിക്കൊണ്ടൊരു മാപ്പിള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോലും കൊണ്ടാവില്ല. അങ്ങാടി കൊണ്ടിട്ട് ഒരു ചായ വരെ ഇന്നവരെ വാങ്ങി തന്നിട്ടില്ല. കാണിച്ചു കൊടുക്ക. എന്താണ് മനുഷ്യനെ മയ്യത്തെടുക്കും? ഇവിടെ ചെടിന്റെ കൂടെ മാറ്റി കുറെ ചാണകം വാരി പൊത്തി അവിടെ ഇരുന്നു. ആ കുൽസം ഉണ്ടല്ലോ, ആ കുൽസുന്റെ മാപ്പിളെ കണ്ട് പഠിക്കണം നിങ്ങള്. മൂപ്പര് ഓളെ ഏതോ കുളുക്കും മണാലിക്കൊക്കെയാണ് കൊണ്ടേക്കണത്. അതെങ്ങനെയാ ഇവിടെ അടുത്തുള്ള ചായക്കട കൊണ്ടിട്ട് ചായ വാങ്ങി തന്നിക്കണം മനുഷ്യൻ. കുളു മണാലിക്ക് ഒരു 2 പോയോ? ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും ഞാൻ ഈ കുളു മണാലിന്റെ വീഡിയോസ് കാണാം. ഇൻസ്റ്റഗ്രാമില് കുളു മണാലി നോക്കിയിരുന്നോ? അതങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാരെ നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെ കൊണ്ടുപോകും. നിങ്ങൾ ഇന്ന പുറത്ത് കൊണ്ടുപോയിട്ടൊരു ചായ വട എന്തെങ്കിലും വാങ്ങി തന്നിക്കണോ? ഇല്ലല്ലോ. എങ്ങനെയാ ഇതുപോലൊക്കെ ഒന്നിനാണല്ലോ എനിക്ക് കെട്ടിച്ചു തന്നിക്കണത്. അല്ലെങ്കിൽ എന്റെ ജീവിതം ഈ ദുനിയാവിൽ ഈ അടുക്കളയിൽ എനിക്കറിയാം. അണക്കിപ്പോ എന്താ പുറത്ത് സംസാരിക്കണേ? പുറത്തുനിന്ന് ചായ അടിക്കണ ഡ്രസ്സൊക്കെ പറയട്ടെ. നെറ്റ് ഇട്ടിട്ടാണ് ചായ അടിക്കാൻ പോണേ. അതെ കോയാക്കാ വിട്ട് ബാ. അനക്ക് പുറത്തുനിന്ന് ചായ ഇട്ടിട്ട് ബാക്കി വേറെ എന്ത് കാര്യമില്ല. വന്നോട് ഇപ്പൊ ഇതിനെ പെരന്റെ പുറത്ത് കൂട്ടിക്കൊണ്ടു നിൽക്കണത്. പോയി ചായ എടുത്തിട്ടോ. എന്നാലേ ഇവിടെ എന്തെങ്കിലും കുടിച്ചാലേ പുറത്തുനിന്ന് ചായ അടിക്കൽ എന്റെ ആഗ്രഹം കഴിഞ്ഞില്ലേ? ഒരു വിവരവും ബുദ്ധി ഇല്ലാത്തൊരു കഴുതൻ പിശുക്കനെയാണല്ലോ എനിക്ക് കെട്ടിച്ച് തന്നിരിക്കണം. എന്റെ റഹ്മാനായ തമ്പുരാനെ, നിങ്ങൾ കൊണ്ടോണ്ട. നിങ്ങൾ കുളുക്കും മണാലിക്ക് എവിടേക്കും കൊണ്ടോണ്ട. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ നിരകിച്ച് ജീവിച്ചോണ്ട് അല്ലെങ്കിലും ആർക്കും മനസ്സിലാവാൻ. അത് പിന്നെ കറയല്ല സൈനബ്. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ നിങ്ങള് ഹണിമൂണാന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കോട് കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഉണക്കാനിട്ട മീനിന്റെ മാതിരി ഇട്ടതാണ്. അവിടെ കടന്ന് ആ വെയിലും ഇത് കൊണ്ടുവന്നല്ലാതെ നിങ്ങൾ എനിക്കൊരു ഉള്ളി വട പോലും വാങ്ങി തന്നിട്ടില്ല. ആ കുൽസു വയസ്സാങ്കാലായിട്ട് ഓളെ കുട്ടികളെ മുഴുവൻ കെട്ടിച്ചെടുത്തോളം കെട്ടിയോനെ എവിടൊക്കെ കൊണ്ടുപോണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ പെരയിൽ പോലും കൊണ്ടുപോകലില്ല. ഞാൻ മാത്രം ഇവിടെ എന്തിനു നിൽക്കാണ്? നമ്മള് വേറെ എല്ലാവർക്കും കണ്ടിട്ടില്ലല്ലോ ജീവിക്കേണ്ടത്. പറ്റൂല. ഈ കുൽസു കുളുവില് മണാലിയിൽ പോയെങ്കിൽ എനിക്ക് ജപ്പാനിൽ തന്നെ പോകണം. ഞാൻ അവളോട് പറഞ്ഞു ഞങ്ങൾ അടുത്താഴ്ച ജപ്പാനിൽ പോവാണെന്ന്. എനിക്ക് പോകണം. ഇനി ജപ്പാനിൽ പോയില്ലെങ്കിൽ ഞാൻ ഈ പേരുടെ ഉള്ളിൽ നിൽക്കൂല. എനിക്ക് എവിടേക്കെങ്കിലും പോകണം. ഇനി നിങ്ങൾ ഇന്നെ എവിടെയും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ മനുഷ്യന്റെ സ്വഭാവം ഇങ്ങോട്ട് മാറൂട്ടോ. പോവാ എന്തായാലും പോണം. ഇനിയിപ്പോ ഇതിന് കായ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പിന്നെയും പണി എടുക്കേണ്ടി വരുമല്ലേ? പോവാ. ഇപ്പളെ റെഡി ആയിക്കോ. അടുത്ത ആഴ്ച പോവാനുള്ളതാ. അല്ലെങ്കിൽ എനിക്കറിയാം ഓള ആ ചങ്ങായിന്റെ മാരിയല്ല എന്റെ കോയൊക്കെ സ്നേഹമുള്ളതാണ്. ഫ്ലൈങ് കിസ്സ. ആ കുൽസു ജോ എന്നോടേ ഞാനൊരു കാര്യം പറയണം എന്ന് വിചാരിച്ചിരുന്നു. നല്ല കുടുംബശ്രീനെ ജലജന കണ്ടിന്യൂ. ആ കണ്ടീനു. ഓളെ കാല് പൊട്ടിയില്ലേ? എന്ത് ചെയ്യാനാണ് പാവം. നാളെ ആശുപത്രിയിൽ പോയിട്ട് കാണണമെന്നുണ്ട്. ഇജ്ജ് വരുന്നുണ്ട് എന്റെ കൂടെ? ഏയ് ഞാനില്ല. ഞാൻ ഹംസാക്കേ നാളെ ഡ്രസ് എടുക്കാൻ പോവാ. ഞങ്ങള് പോണ വഴിക്ക് അങ്ങോട്ട് കേറിക്കോളൂ. ആയിക്കോട്ടെ. ഞങ്ങള് നാളെ കുടുംബശ്രീക്കാരെല്ലാരും എന്തായാലും പോകുന്നുണ്ട്.
ഹംസാക്കി വിളിക്കണത്. ഒരു മിനിറ്റ്. ഹലോ ഡാർലിംഗ് ഒന്ന് വിളിക്കല്ലേ. കുളു മണാലി പോയി വന്നിട്ടേ ഇപ്പൊ എന്നെ ഡാർലിംഗ് എന്നൊക്കെ വിളിക്കണത്. വിളിച്ചോ നമ്മക്കുണ്ടൊരു കിട്ടിയോനെ. മൂപ്പരിന്നെ എന്തൊക്കെയാ വിളിച്ചാല്? അടിക്കൊള്ള രജാലെ ആ തുണി ചെവിടെയാണ് എടുത്തു കൊണ്ടേ വെച്ചിക്കണത്. അല്ലെങ്കിൽ മരമാക്രി മോന്ത വെച്ചിട്ട് വന്നോളും ചെയ്താനി. വേണ്ട. ഓ ഡാർലിംഗ് മുത്തു തേനെ പൊന്നെ പാല്. അങ്ങനെയാണെങ്കി എന്നെ ഭദ്രകാളി അത് ഇത് നല്ലാണ്ട് വേറൊന്നും വിളിക്കൂല. ഉളുക്കും നടു ഉളുക്കും. ഞാനല്ലേ വന്നിക്കണത്, അപ്പൊ നിങ്ങക്ക് ഉളുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഒരു കാര്യം, ആ കുൽസുനോളെ കെട്ടിയവൻ എന്താ വിളിച്ചല്ലേന്ന് അറിയാം നിങ്ങക്ക്? അന്റെ കെട്ടിയോനല്ലേ ഇവിടെ നാട് കളഞ്ഞ് വീണിരിക്കണത്. അപ്പോഴെന്തൊരു കുൽസു. കെട്ടിയവന് നടുകുന്നേരം തല്ലി വീണാലേ നിങ്ങളൊന്നും എടുത്തു കൊണ്ടാവാൻ തോന്നൂല. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഇനി എന്തൊക്കെ വിളിച്ചാല് ദജ്ജാലെ കുരുപ്പേ അങ്ങനെ ഇങ്ങനെ. ആ കുൽസുന്റെ കെട്ടിയവനോളെ എന്താ വിളിച്ചല്ലെന്ന് അറിയോ നിങ്ങക്ക്? ഡാർലിംഗ്. പേരിലൊക്കെ എന്താണ് ഉള്ളത്? ഓള് ഡാർലിംഗ് വിളിച്ചാൽ അന്നെ ചെയ്താ വിളിച്ചാൽ എനിക്ക് അന്നോട് പെരുത്തി ഇഷ്ടല്ലേ. ഓ പെരുത്ത സ്നേഹം വരുമ്പോ മനുഷ്യന്മാരും ഇവന് ചെയ്താനെന്നാണല്ലോ നാട്ടിലിറങ്ങി വിളിക്കുന്നത്. ചെല്ലി ആണ് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും ചെന്നിട്ട് ചെയ്താനേ എനിക്ക് പെരുത്ത് സ്നേഹം വേണ്ടാന്ന് പറയും. കുട്ടും മോന്തം നിങ്ങൾക്ക് അടി. അല്ലെങ്കിൽ എങ്ങനെയാ കെട്ടിക്കൊണ്ടെന്നിട്ട് നിങ്ങളിന്റെ മുത്തേന്ന് വിളിച്ചിക്കണോ, ഡാർലിംഗ് വിളിച്ചിക്കണോ? ഓരോരുത്തരെയും ഞാൻ കഴിഞ്ഞ ദിവസം നോക്കുമ്പോണ്ട് അപ്പുറത്തെ പുതിയതായിട്ട് കെട്ടിക്കൊണ്ടെന്ന ഷെരീഫിന്റെ പെണ്ണുങ്ങളില്ലേ, ഓൻ ആ പെണ്ണിനെങ്ങനെ ബേബിന്ന് നിങ്ങളിന്റെ ബേബിന്ന് വിളിച്ചിക്കണോ? എടി ബേബികളൊക്കെ കുട്ടികളായിട്ട് വിളിക്കുക. ഓരോരോ കുട്ടികളെ വിളിച്ചേക്കും. എന്റെ മോൻ കണ്ട് ഞാൻ എങ്ങനെ ബേബിയിലൊക്കെ വിളിക്കും? എന്തെന്റെ മോന്തക്ക് കുഴപ്പം? നിങ്ങൾക്ക് എന്റെ മോന്ത കണ്ടാൽ ചെയ്താനെ മാത്രമേ വിളിക്കാനേ അറിയുള്ളൂ. അല്ലെങ്കിലും എന്റെ വാപ്പ എന്നെ കെട്ടിച്ചെന്നിട്ട് നിങ്ങൾ ഇന്നേ വരെ ഡാർലിംഗ് വിളിച്ചിട്ടുണ്ട്. ഓടിയല്ലോ. ഇനിയിപ്പോ ഡാർലിംഗ് വിളിച്ചെങ്കിൽ രാത്രിക്ക് ചോറും കണ്ടി ഒരു കുന്തം കിട്ടില്ല. ഞാൻ ഡാർലിംഗ് വിളിച്ചതേ കാര്യമുള്ളൂ. ഡാർലിംഗ് ഡാർലിംഗ് എന്താ വിളിച്ചേ? കൊറേ നേരമല്ലോ ഒച്ചപ്പാടി കേൾക്കണു. എന്തോ പ്രശ്നമുണ്ടല്ലോ. ബാഗൊക്കെ കാണുന്നുണ്ടല്ലോ. ആരാ വന്നിക്കണാവോ? എന്താ ഇവിടെ പരിപാടി? അല്ല കുൽസോന്റെ കൂടെ എന്തൊക്കെ ഒച്ചപ്പാടി കേൾക്കുന്നുണ്ട് കൊറേ നേരമായി. പിന്നെ പുറത്തൊരു ബാഗും കാണുന്നുണ്ട്. അപ്പൊ അത് ആരാന്നറിയാൻ വേണ്ടിട്ട് ഞാൻ വെറുതെ പോയി നോക്കിയതാ. ആ അത് പറയാൻ എന്റെ പെണ്ണുങ്ങളെ നോക്കിക്കേ. ഞാൻ അതിന് മാത്രം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ? കുൽസു ടൂറ് പോയാ അനക്ക് ടൂർ പോണം. കുൽസുവിനെ ഡാർലിംഗ് വിളിച്ചാൽ അനക്കും ഡാർലിംഗ് വിളിക്കണം. ഇപ്പതാ ഓളെ മാപ്പിളെ രണ്ടാമത് കെട്ടിക്കണം നിൽക്കണം. ആര്? ഹംസാക്കേ? മെജ്ജ പൊറ ബിടാവ് പൊളിക്കണ്ട. ആര്? ഹംസാക്കേ രണ്ടാമത് കെട്ടിയോ? ഹംസാക്ക് രണ്ടാമത് കെട്ടി. വാ നമുക്ക് പോയി പെണ്ണേതപ്പാ. എന്താ കുൽസു 2 എണ്ണം ചെയ്താൽ നമുക്ക് 3 എണ്ണം ചെയ്യണല്ലോ. വാ. നിങ്ങളൊരു പൂതി കുലിച്ച് ചെയ്യണം ഒക്കെ നിങ്ങൾ ചെയ്യണമെന്നാണ് നാട്ടുകാർ കണ്ടിട്ടാണോ നിങ്ങൾ ജീവിക്കണത്? 2 കെട്ടാത്തതിന്റെ ഒരു കുറവുള്ള മൂട്ടും കാര്യങ്ങൾ ഞാൻ തല്ലി അങ്ങോട്ട് ഓടിച്ചു. 2, 3 കെട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ബുദ്ധിയും വിവരവും ഇല്ല. അതുകൊണ്ട് പലതും അങ്ങനെ ചെയ്യും. അത് വെച്ചിട്ട് മൂപ്പരമാരിയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ അവനവനക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം, സ്വന്തമായിട്ട് കുറെ കാര്യങ്ങളില്ലേ, അവനവന്റെ നിലക്കാണ് നിൽക്കണം. അല്ലാതെ ബാക്കിയുള്ളൊരു കാരണത്ത് അങ്ങനെ ജീവിക്കേണ്ടത്. ഇതിപ്പോ എന്താ, ഞാൻ പറഞ്ഞ ചക്ക, ഓള് പറഞ്ഞ ചക്കക്കുരു. ഇനിയിപ്പോ നല്ല കുൽസുവിന്റെ കാര്യം നമുക്ക് ഇന്നെ ഇറങ്ങാറാക്കാൻ വരില്ലല്ലോ.